കവിതയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ കവിയായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ എഴുതിയത് അഡ്വക്കേറ്റ് BN ഹസ്കർ. ഈ കവി ചിത്രസേനൻ ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ അതൊരു അദ്ദേഹത്തിന് പിണറായി വിജയനോടുള്ള ഒരു ആരാധന മൂത്തെഴുതിയതാണ്. എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് ചെവി കൊടുക്കുന്നത്? അദ്ദേഹം ഇന്ന് കേട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അതായത് ആ വാഴ്ത്തുപാട്ടിൽ മയങ്ങുന്ന പിണറായി വിജയനെയാണ് ഇന്ന് കേരളം കണ്ടത്. എന്തൊക്കെ ഇനി കാണേണ്ടി വരും? രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഒരു കവിയുടെ സർഗാത്മക രചനയെ, അദ്ദേഹത്തിന്റെ ആത്മാവിഷ്കാരത്തെ അദ്ദേഹം ആവിഷ്കരിക്കുകയും അത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു യോഗത്തിൽ അവർ അവിടെ പാടുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ഒരു അക്ഷന്തവ്യമായ അപരാധവും അതൊരു വ്യക്തിപൂജയായി നിങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയേറെ വിമർശിക്കപ്പെടുകയും ഇത്രയേറെ മണിക്കൂറുകൾ മാധ്യമ വിചാരണയ്ക്ക് അകപ്പെട്ടു പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ മാത്രമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വിമർശിക്കപ്പെടുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ പ്രശംസിക്കാനുള്ള അവകാശവും സാധാരണ ജനങ്ങൾക്കും അതുപോലെ ഓരോ വ്യക്തിക്കുണ്ട്. അത് നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മിക വിരുദ്ധമായിട്ടോ നിങ്ങൾ ചിത്രീകരിക്കുന്നിടത്താണ് നിങ്ങൾ അപകടത്തിൽ ചെന്നുപെടുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തെന്നാൽ ഒരാൾ വിമർശിക്കപ്പെടുന്നത് പോലെ തന്നെ അയാളുടെ പ്രവൃത്തികളെ, സത്കീർത്തികളെ പ്രകീർത്തിക്കാനുള്ള അവകാശവും ഏതൊരു വ്യക്തികൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും സത്കീർത്തികൾ മൂലം അങ്ങനെ പ്രകീർത്തിക്കുകയാണെങ്കിൽ ആ പ്രകീർത്തനങ്ങളെ നിങ്ങൾക്ക് സുഖിക്കുന്നില്ല എന്നുള്ളതാണ്, വിമർശകർക്ക് സുഖിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ നടക്കുന്ന ഈ മാധ്യമ വിചാരണയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കാത്തത് കൊണ്ട് ഒന്നുമല്ല, ഇത് ആരെയാണ് സുഖിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യമാണല്ലോ, ആർക്കാണ് ഈ സ്തുതി പാടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണല്ലോ പ്രധാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തികളില്ല, പ്രസ്ഥാനമാണല്ലോ എല്ലാറ്റിനും മുകളിൽ. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിയെയാണ് ഇവിടെ സ്തുതി പാടിയിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അല്ല, ഞങ്ങൾക്കാർക്കും ഈ പാട്ട് കേട്ടിട്ട് മോശമാണെന്നും തോന്നിയില്ല കേട്ടോ. നല്ല വരികൾ, നല്ല മ്യൂസിക്. മഞ്ജുഷ്, ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിയെ പ്രകീർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് കേട്ട് സുഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ വ്യക്തി പൂജയെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായി പരിശോധിക്കപ്പെടേണ്ടത്. ഇവിടെ നിങ്ങളുടെ വാഴ്ത്തലുകളോ നിങ്ങളുടെ സുഖിപ്പിക്കലുകളോ കേട്ട് സുഖം കൊള്ളുന്ന ഒരു മനുഷ്യനല്ല സഖാവ് പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന്റെ 6.5 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതം പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. പ്രകീർത്തിച്ചാൽ അല്ലല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരുന്നത് മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോഴാണ്. അതാണല്ലോ VS-ന്റെ കാര്യം ഇവിടെ ഉദാഹരിച്ചത്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് പറയുമ്പോൾ അസ്വസ്ഥനാകുന്ന പിണറായി വിജയനെ കേരളം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ P. ജയരാജനെ വർണ്ണിച്ചപ്പോൾ എങ്ങനെയായിരുന്നു പാർട്ടിയുടെ നിലപാട്? അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു പങ്കും കൂടി ഉണ്ടല്ലോ P. ജയരാജനെതിരെ ഒരു നിലപാടെടുക്കുന്നതിൽ. അപ്പോൾ മറ്റുള്ളവരെ സ്തുതിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പ്രശ്നമുള്ളത്, പിണറായി വിജയന് പ്രശ്നമുള്ളത്. അവനവനെ പുകഴ്ത്തുമ്പോൾ അത് കേട്ട് ആസ്വദിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഞ്ജുഷ്, മാധ്യമങ്ങളുടെ ലുല്ലുബി കേട്ടിട്ടും അല്ലെങ്കിൽ സ്തുതി പാഠകരുടെ വാഴ്ത്തലുകൾ കേട്ടും വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല സഖാവ് പിണറായി വിജയൻ. അത് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു വ്യക്തി അത് പിണറായി വിജയൻ മാത്രമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന സ്തുതിപാഠകരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് അദ്ദേഹം ഉൾപുളകിതനായി എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അതിനുശേഷം നടത്തിയിട്ടുള്ള വാക്കുകൾ കേട്ടാൽ തന്നെ, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലേ. എന്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്ന് പരിശോധിച്ചാൽ അദ്ദേഹം ഈ സ്തുതിഗീതങ്ങളൊന്നും കേട്ട് അങ്ങനെ ഇക്കിളി കൊള്ളുന്ന മനുഷ്യനൊന്നുമല്ല. അത്തരം തരംതാണ പ്രവൃത്തികളൊന്നും അദ്ദേഹത്തിനില്ല. വ്യക്തിപൂജയെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. വ്യക്തിപൂജ നടത്തി എന്തെങ്കിലും കൈപ്പറ്റാമെന്ന് ആരും കരുതേണ്ട. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ്. ഇപ്പോൾ ഈ പാട്ട് എഴുതിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു താൽക്കാലിക നിയമനം കിട്ടിയത് എങ്ങനെ എന്നുള്ള കാര്യവും സർക്കാർ ജീവനക്കാർക്കിടയിൽ അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ മറക്കാൻ കഴിയില്ല, അദ്ദേഹം എൻ്റെ രക്ഷകനാണ് എന്ന രീതിയിൽ. അപ്പോൾ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് ഈ സർക്കാർ ജീവനക്കാരനായ ചിത്രസേനൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പലപ്പോഴും മാറിപ്പോവുകയാണ്, ചിത്രസേനൻ നടത്തിയിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തിനാണ് അവിടെ പോയി വീണത്? ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതേ ഉള്ളൂ, അനർഹമായ ഒന്നും നേടിയെടുക്കുവാൻ ഈ വ്യക്തിപൂജ കൊണ്ട് സാധിക്കുകയില്ല എന്നിൽ നിന്നെന്ന്. അതേ ആൾ തന്നെയാണ് ഇന്ന് ആ സ്തുതിഗീതത്തിൽ അവിടെ മയങ്ങിയിരുന്നത്. അങ്ങനെ ഒരു സ്തുതിഗീതത്തിലും നിങ്ങൾ കരുതുന്നത് പോലെ പിണറായി വിജയൻ ആ യോഗത്തിൽ മയങ്ങിയിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കേട്ട ഒരു മാധ്യമ
വിചാരണയ്ക്ക് നിന്നുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. നിങ്ങൾ മാധ്യമങ്ങളോട് പക്ഷെ അത് ഒഴിവാക്കാമായിരുന്നുവല്ലോ. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അതിന്റെ ആവശ്യമുണ്ടായിരുന്നുവോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാത്ത ഒരു പ്രവർത്തിക്ക് എന്തിനാണ് മുഖ്യമന്ത്രി വശംവദനാകുന്നത്? അപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. വ്യക്തിപൂജ എന്ന് പറയുന്നതിൽ അതിൽ എനിക്ക് ഇളവുണ്ട് എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയല്ലേ? മഞ്ജുഷ്, അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് CPM-ന്റെ വർഗ ബഹുജന സംഘടനയല്ല. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന ഒരു പരിപാടിയിൽ CPM-ന് യാതൊരു പ്രാതിനിധ്യമോ CPM-ന്റെ ഉത്തരവാദിത്തത്തിലോ നടക്കുന്നതല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. CPM-ന്റെ ഒരു നേതാക്കന്മാരും CPM-ന്റെ ഒരു പ്രവർത്തകരും അത് ഓൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം. CPM-ന്റെ അഭിപ്രായം പറയേണ്ടത് MB ഗോവിന്ദൻ മാസ്റ്ററാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് അതിനകത്ത് CPM ഓൺ ചെയ്യേണ്ടത്? ഈ യോഗത്തെ ഓൺ ചെയ്യണം, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. ഈ ഗാനത്തെ, ഈ പ്രകീർത്തനങ്ങളെ CPM ഏതെങ്കിലും തരത്തിൽ ഓൺ ചെയ്ത് CPM-ന്റേതായി മുഖ്യമന്ത്രി അത് കേട്ടിരുന്നുവെങ്കിൽ, തന്നെ പുകഴ്ത്തുന്ന ഒരു ഗാനത്തെ മുഖ്യമന്ത്രി കേട്ടിരുന്നുവെങ്കിൽ അത് പിന്നെ പ്രത്യേകിച്ച് CPM ഓൺ ചെയ്യേണ്ട കാര്യം എന്താണുള്ളത്? അങ്ങനെയല്ല. ഞാൻ മഞ്ജുഷ ഒരു കാര്യം കൂടെ ആകെ ഓർമ്മിപ്പിക്കാം. 2022 പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു തിരുവാതിരയുണ്ട്. കാരണഭൂതൻ എന്ന് അദ്ദേഹത്തെ വാഴ്ത്തലുകൾ കൊണ്ട് അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ട്രോളുകൾക്കും അതുപോലെ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുള്ള ഒരു വാക്കാണ് കാരണഭൂതൻ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു തിരുവാതിര നടത്തുന്നത് സംബന്ധിച്ച് CPM റിവ്യൂ നടത്തിയിട്ടുണ്ട്. CPM റിവ്യൂ നടത്തിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റായിരുന്ന ഒരു തീരുമാനമായി പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് CPM എന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെയോ ഈ കാരണഭൂതനും കാവലാളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറയുന്നതും ഈ കാരണഭൂതനും, ഇതിലെല്ലാം സമരധീര സാരഥി പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണല്ലോ, അത് സംശയമില്ലല്ലോ. രണ്ട് പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. നമ്മുടെ വിപ്ലവ ഗാനങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് വേണം ഒന്നാമതായി മനസ്സിലാക്കാൻ. അത് ഒരു കവിയുടെ സർഗാത്മകത, ആ കവിക്ക് കവിയുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം നൽകാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നൽകാൻ ഈ കേൾക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാദോരാതെ വർത്താനം പറയുന്ന ആരെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുക. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ കവിയുടെ സ്വാതന്ത്ര്യത്തെയോ ഒന്നും ആരും ഇവിടെ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പിണറായി വിജയൻ ഒരു വാഴ്ത്തുപാട്ട് പാടി, അതങ്ങ് അംഗീകരിക്കാമല്ലോ. ഈ പറയുന്ന ചിത്രസേനൻ ഇദ്ദേഹം ഒരു വലിയ കവിയൊന്നുമല്ല. അദ്ദേഹത്തിന് പിണറായി വിജയനെ ഒന്ന് വാഴ്ത്തണമെന്ന് തോന്നി. അതിന് പിന്നെ ചില കാര്യങ്ങളുമുണ്ട്. കാരണം ഒരു താൽക്കാലിക നിയമനമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്, വെറുതെ അല്ല കേട്ടോ. അനധികൃതമായിട്ടുള്ള ഒരു നിയമനമാണ് അവിടെ കിട്ടിയത്. അതിന്റെ ഒരു നന്ദി പ്രകാശിപ്പിക്കണം. അതിനുവേണ്ടി ഒരു വാഴ്ത്തുപാട്ട് പാടി. ഇതും മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതാണ്. ഈ വാർത്തയും പുറത്തു വന്നതാണ്. എന്നിട്ടും അതിൽ മയങ്ങിയിരുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലായി പോയത്. ഷാജഹാൻ, ഇതിൽ ഒരു അപാകതയും കാണുന്നില്ല അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ഇതിൽ ഒരു ഈ പാട്ട് കേട്ട് മയങ്ങിയിരുന്നിട്ടില്ല മുഖ്യമന്ത്രി. സ്തുതി പാഠകരുടെ നടുവിലല്ല മുഖ്യമന്ത്രി. ഇതാണ് ഹസ്കറുടെ വാക്കുകൾ. അല്ല മഞ്ജുഷ, ഇതിനകത്ത് ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം,